ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ചാണ്. ലെബനാനിൽ ജനിച്ച് ബ്രസീലിലേക്ക് കുടിയേറി അറബി സാഹിത്യത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ ഇല്യാസ് ഫർഹത്തിനെ പറ്റി. മഹ്ജർ സാഹിത്യം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് എന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര പോവുകയാണ്. ലെബനാനിലെ ജനനം മുതൽ ബ്രസീലിലേക്കുള്ള ആ വലിയ മാറ്റം വരെ നമ്മൾ ആദ്യം നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ, കൃതികൾ, കിട്ടിയ അവാർഡുകൾ, അങ്ങനെ ഓരോന്നായി നമ്മൾ മനസ്സിലാക്കും. അവസാനം അദ്ദേഹത്തിന്റെ അവസാന കാലവും അദ്ദേഹം നമുക്കുവേണ്ടി ബാക്കി വെച്ചുപോയ പൈതൃകവും എന്താണെന്ന് നോക്കാം. ശരി, അപ്പോ ആരായിരുന്നു ഈ ഇല്യാസ് ഫർഹത്ത്? സ്വന്തം നാടുവിട്ട് ഒരു പുതിയ ഭൂഖണ്ഡത്തിൽ ജീവിച്ചിട്ടും അറബി സാഹിത്യത്തിൽ ഇത്ര വലിയൊരു പേരുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് 1893 ലെബനാനിലെ ഒരു ഗ്രാമത്തിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠനം നിർത്തി പലതരം കൈത്തൊഴിലുകൾ പഠിച്ച ഒരു സാധാരണ ബാലൻ. പക്ഷേ 1910 അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. അദ്ദേഹം ബ്രസീലിലേക്ക് കപ്പൽ കയറി. ആ ഒരൊറ്റ യാത്ര അറബി സാഹിത്യത്തിന്റെ തന്നെ ചരിത്രത്തെയാണ് സ്വാധീനിച്ചത്. ലെബനാനിലെ ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബ്രസീൽ എന്ന വലിയ ലോകത്തേക്ക്. ആ മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്? എന്തൊക്കെയായിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ? ഒരു പുതിയ നാട്ടിലെ ജീവിതം സാമ്യപനിയുമായിട്ട് ഒട്ടും എളുപ്പമായിരുന്നില്ല. തുടക്കത്തിൽ ഒരു തെരുവ് കച്ചവടക്കാരനായിട്ടാണ് അദ്ദേഹം ജോലി തുടങ്ങിയത്. തന്റെ സഹോദരന്മാരുടെ കൂടെ കിട്ടിയ ജോലികളെല്ലാം ചെയ്ത് അദ്ദേഹം മുന്നോട്ടുപോയി. ശരിക്കും അതൊരു അതിജീവനത്തിന്റെ കാലം തന്നെയായിരുന്നു. പക്ഷേ കച്ചവടത്തിന്റെ കണക്കുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ അക്ഷരങ്ങളായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്റെ യഥാർത്ഥ വഴി കണ്ടെത്തി. അത് സാഹിത്യമായിരുന്നു. അപ്പോ എന്തൊക്കെയായിരുന്നു സാഹിത്യലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ? അദ്ദേഹം വെറുമൊരു കവി മാത്രമായി ഒതുങ്ങിയില്ല കേട്ടോ. 1919 അൽ ജദീദ് എന്നൊരു മാഗസിൻ തുടങ്ങുന്നതിൽ പങ്കാളിയായി. അൽ മിക്രാ എന്നൊരു പത്രത്തിന്റെ എഡിറ്ററായും ജോലി ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ഉപരി അറബി സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു. ഈ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഉസ്ബ അൽ അന്തലൂസിയ. നിങ്ങളുടെ പരീക്ഷകൾക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ഒന്നാണിത്. ബ്രസീലിലുണ്ടായിരുന്ന അറബ് എഴുത്തുകാരും കവികളും ചേർന്ന് അറബി സാഹിത്യത്തെ നവീകരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സാഹിത്യ പ്രസ്ഥാനമായിരുന്നു ഇത്. ഇല്യാസ് ഫർഹത്ത് ഇതിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു എന്ന കാര്യം മറക്കരുത്. ശരി, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിലേക്കും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളിലേക്കും വരാം. അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീനിലുള്ള ഈ പേരുകളെ കണ്ടില്ലേ? റുബായാത്ത് ഫർഹത്ത്, ദീവാനു ഫർഹത്ത്, അഹ്ലാമുറായി. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ പേരുകൾ പരീക്ഷയ്ക്ക് വേണ്ടി എന്തായാലും ഓർത്തുവയ്ക്കണം. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഫവാക്കിഹ് റജിയ എന്ന പുസ്തകത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഹദയാൻ എന്ന കവിതയുള്ളത്. ഒരു മനുഷ്യന്റെ ആഴത്തിലുള്ള വേദനകളും അനുഭവങ്ങളും ആ കവിതയിൽ കാണാം. അത് ഫർഹത്തിന്റെ കവിയെന്ന നിലയിലുള്ള കഴിവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ ബ്രസീലിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അറബ് ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചു. കണ്ടില്ലേ, ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ലഭിച്ച ഈ വലിയ പുരസ്കാരങ്ങൾ. പ്രവാസിയായി ജീവിച്ചുകൊണ്ട് അറബി സാഹിത്യത്തെ ഇത്രയധികം സമ്പന്നമാക്കിയ ആ വലിയ കവിക്കുള്ള ബഹുമതികളായിരുന്നു അതെല്ലാം. എല്ലാ യാത്രകൾക്കും ഒരു അവസാനമുണ്ടല്ലോ. അപ്പോ നമുക്ക് ഇല്യാസ് ഫർഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്കും അദ്ദേഹം ബാക്കി വെച്ചുപോയ മായാത്ത മുദ്രകളിലേക്കും കടക്കാം. ഒരുപാട് വർഷങ്ങൾക്കു ശേഷം 1959 അദ്ദേഹം തന്റെ ജന്മനാടായ ലെബനാനിലേക്കൊരു മടക്കയാത്ര നടത്തി. ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളെന്നായിരുന്നു. ആ നല്ല ഓർമ്മകളുമായി അദ്ദേഹം താൻ ജീവിച്ച നാടായ ബ്രസീലിലേക്ക് തന്നെ തിരിച്ചുപോയി.
അവസാനം 1976-ൽ തന്റെ രണ്ടാം വീടായി മാറിയ ബ്രസീലിൽ വെച്ച് ഇലിയാസ് ഫർഹദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ലെബനാനിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ തുടങ്ങി വാക്കുകൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയ ആ മഹാപ്രതിഭ തന്റെ സാഹിത്യ പൈതൃകം നമുക്കായി ബാക്കിവെച്ചാണ് യാത്രയായത്. അപ്പോൾ നമ്മുടെ ഈയൊരു വിവരണം അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. സ്വന്തം നാടിന്റെ ഓർമ്മകളും ജീവിക്കുന്ന പുതിയ നാടിന്റെ യാഥാർത്ഥ്യങ്ങളും. ഈ രണ്ട് ലോകങ്ങൾക്കിടയിൽ ജീവിച്ച ആ അനുഭവം ഇല്യാസ് ഫർഹത്തിന്റെ സാഹിത്യ സ്വത്വത്തെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സാഹിത്യത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.